പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദാനിയേൽ 10:12 ദാനിയേലെ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിന് നിന്റെ ദൈവത്തിൻ്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്താൻ മനസ്സുവെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. ദാനിയേൽ ദൈവത്തിന് ഏറ്റവും പ്രിയ പുരുഷനായിരുന്നു. ദാനിയേൽ പ്രാർത്ഥിച്ചതും ഉപവസിച്ചതും ദുഃഖിച്ചതും ദാനിയേലിൻ്റെ സ്വന്തം വിഷയത്തിന് വേണ്ടി ആവശ്യങ്ങൾക്കും ആയിരുന്നില്ല, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടിയായിരുന്നു. ദാനിയേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ താഴ്ത്താൻ മനസ്സുവെച്ച ആദ്യ ദിനങ്ങളിൽ തന്നെ ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൈവം ദൂതനെ അയച്ചു. അന്ന് ആ ദേശത്തെ പ്രഭു ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി വന്ന ദൂതനോട് 21 ദിവസം എതിർത്തു. എന്നാൽ തക്ക സമയത്ത് മിഖായേൽ ദൂതനെ അയച്ച് ദൈവം മറുപടി നൽകുവാൻ ഇടയാക്കി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധിയോട് ജീവിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനകളും ഉപവാസങ്ങളും ദൈവത്തിന് വിലയേറിയതാണ്. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന സാത്താൻ്റെ കോട്ടകളെ ഇളക്കിയെന്നിരിക്കും, തകർത്തെന്നിരിക്കും. അതുകൊണ്ട് അവൻ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞെന്ന് വരാം. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി അല്പം താമസിച്ചെന്ന് വെച്ചാലും ഭാരപ്പെട്ട് ഉപവാസം നിർത്തുവോ പ്രാർത്ഥന നിർത്തുവോ ഒന്നും ചെയ്യരുത്. നമ്മുടെ പ്രാർത്ഥനയുമായി വന്ന ദൂതനെ ശത്രുക്കൾ തടഞ്ഞെന്നാലും ദൈവം തൻ്റെ യുദ്ധദൂതനെ അയച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തക്ക സമയത്ത് മറുപടി നൽകി നമ്മെ ജയം നൽകാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. വിശ്വസിക്കുക. ഈ ചെറിയ സന്ദേശം എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ബ്ലെസ് യു ഓൾ.